ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സത്യത്തിൽ ഇപ്പോഴാ സച്ചേട്ടാ എനിക്കൊന്ന് സമാധാനമായതെന്ന് സന്ദീപ് പറയുമ്പോൾ അച്ചു പറയുകയാണ്, സന്ദീപേ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, അതൊക്കെ ക്ഷമയോടെ നേരിടണം, അത്രമാത്രം എന്ന് പറഞ്ഞ് അച്ചു പോകുമ്പോൾ സന്ദീപ് ഓർക്കുകയാണ്, ഇന്ന് അവള് പറഞ്ഞതും ഇതുതന്നെ ആയിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ വീടാണ്. വിഷമത്തോടെ ഇരിക്കുകയാണ് ആതിര. അന്നേ സ്നേഹ പറഞ്ഞതാ എല്ലാം നിർത്താൻ, പിന്നെ ഞാനെന്തിനാ ഇപ്പോ വിഷമത്തോടെ ഇരിക്കുന്നത്? അതേസമയം അങ്ങോട്ടേക്ക് മാഷും കമലയും കൂടി വരികയാണ്. എന്താടി, നിനക്ക് ആഹാരമൊന്നും വേണ്ടേന്ന് കമല ചോദിക്കുമ്പോൾ വേണ്ടെന്നും വിശപ്പുള്ളപ്പോൾ ഞാൻ കഴിച്ചോളാമെന്നും ആതിര പറയുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ ഇവളുടെ ഫോൺ വിളിയൊക്കെ ശ്രദ്ധിക്കണമെന്ന്, അപ്പോൾ നിങ്ങളാരും കേട്ടില്ല. കണ്ടില്ലേ ഇവൾ ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്നത്? എന്റെ കമലെ, എന്റെ മോള് വഴിതെറ്റി പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. മോള് പറഞ്ഞല്ലോ അവൾക്ക് പ്രൊജക്ട് വർക്കൊക്കെ ഉണ്ടെന്ന്, അതിന്റെയൊക്കെ ടെൻഷൻ ആയിരിക്കും. ഞാനേ അസ്മിതയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ നിന്റെ പ്രശ്നമെന്ന്, അപ്പോൾ അറിയാലോ. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോൾ കമല പറയുകയാണ്, ഇതേ നല്ല ചുട്ട അടി കിട്ടാത്തതിന്റെ ദേഷ്യമാണ് മാഷേ, അവൾക്ക് ഇത്തിരി ഫോൺ വിളി കൂടുതലാണ്. മീരയും എന്നോട് പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കാൻ. ശരി, അതൊക്കെ നമുക്ക് സാവകാശം നോക്കാമെന്ന് പറഞ്ഞ് മാഷ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആതിരയാണ്. ഞാൻ എന്തിനാ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആതിര തന്റെ ഫോൺ സ്വിച്ച് ഓൺ ആക്കുകയാണ്. അതേസമയം സ്മിതയുടെ മെസ്സേജ് ആതിരയ്ക്ക് വരികയാണ്. എടി, നിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ തടി തപ്പിയത്, നീ പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കണം. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പഴയ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് അച്ചു സ്നേഹയോട് ചോദിക്കുകയാണ്, സ്നേഹേ, ഇതൊക്കെ എവിടെയാ വെക്കുന്നത്? അത് ഏട്ടത്തി ഒരു മുറിയുണ്ട്, സച്ചേട്ടൻ സാധനങ്ങളൊക്കെ അവിടെയാ വെക്കാറ്. ഞങ്ങളെപ്പോലും ആ മുറിയിലേക്ക് അടുപ്പിക്കാറില്ല. ഞങ്ങളൊക്കെ നാഗവല്ലിയുടെ തെക്കിനി അതെന്നാ പറയാറ്. ഏട്ടന് ഈ റൂമെന്ന് വെച്ചാലേ ജീവനാണ്. കല്യാണത്തിന് മുമ്പ് ഈ റൂമിലായിരുന്നു ഏട്ടൻ കിടക്കാറ്. ആ മുറിയാകെ പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അച്ചു ചോദിക്കുകയാണ്, ഈ മുറിയൊന്ന് വൃത്തിയാക്കിക്കൂടെ ആർക്കെങ്കിലും? ആരും ഈ മുറി കയറാൻ പാടില്ലെന്നാ സച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആരും കേറില്ലെന്നുള്ള ധൈര്യത്തിലാ മുറി പോലും പൂട്ടാതെ പോകുന്നത്. അങ്ങനെ സ്നേഹയും അച്ചുവും ചേർന്ന് ആ മുറി ഒതുക്കുകയാണ്. അപ്പോഴാണ് കബോർഡിന്റെ അകത്തു നിന്നും കുറച്ച് ഗിഫ്റ്റൊക്കെ സ്നേഹയ്ക്ക് കിട്ടുന്നത്. ഏട്ടത്തി, ഇത് കുറച്ച് ഗിഫ്റ്റ് ആണല്ലോ, നമുക്ക് തുറന്നു നോക്കിയാലോ എന്ന് സ്നേഹ പറയുമ്പോൾ വേണ്ട മോളെ, നമുക്കതൊന്നും നോക്കണ്ടെന്ന് അർച്ചന പറയുന്നു. എന്താണെങ്കിലും നമുക്കൊന്ന് തുറന്നു നോക്കാം ഏട്ടത്തി എന്ന് പറഞ്ഞ് സ്നേഹ അത് തുറന്നു നോക്കുമ്പോൾ ആദ്യത്തെ പൊതിയിലുണ്ടായിരുന്നത് ഒരു നെക്ലേസ് ആയിരുന്നു. രണ്ടാമത്തേതിൽ വളകളും. അങ്ങനെ അടുത്തത് തുറന്നു നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു സാരിയും ബ്ലൗസുമായിരുന്നു. എന്തു ഭംഗിയാ ഏട്ടത്തി ഇതൊക്കെ കാണാൻ. ഇതൊക്കെ ഏട്ടത്തിന്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടി ഏട്ടൻ വാങ്ങി വെച്ചതായിരിക്കും. ഏട്ടൻ മറന്നു പോയതാകും, അല്ലെങ്കിൽ നാണം കൊണ്ടോ ചമ്മൽ കൊണ്ടോ തരാൻ മടിച്ചതായിരിക്കും. ഇതൊക്കെ ഏട്ടത്തിക്കുള്ളതാണെന്ന് പറഞ്ഞ് സ്നേഹ കൊടുക്കുമ്പോൾ അച്ചു പറയുകയാണ്, വേണ്ട മോളെ, ഇതെനിക്കുള്ളത് തന്നെയാണോ എന്ന് അറിയില്ലല്ലോ. നമുക്ക് ഏട്ടനൊരു സർപ്രൈസ് കൊടുക്കാം. ഏട്ടത്തി ഏട്ടൻ വരുമ്പോഴേക്കും ഇതൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ഏട്ടൻ വരുമ്പോഴേക്കും ഏട്ടത്തി സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി നിൽക്കണം. അപ്പോൾ ഏട്ടൻ സന്തോഷത്തോടെ ഏട്ടത്തിയെടുത്ത് വട്ടം കറക്കും. സച്ചിയേട്ടൻ ഇഷ്ടപ്പെട്ട പായസം കൂടി ഉണ്ടാക്കുകയാണെങ്കിലേ ആളങ്ങ് ഫ്ലാറ്റ് ആയിക്കോളും. പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ ഓഫീസാണ്. ലച്ചുവിന്റെ ഫോട്ടോകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചി. അതേസമയം സച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സാരിയും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞു നിൽക്കുകയാണ് അർച്ചന. ലച്ചുവിന്റെ ഓർമ്മകളിൽ അസ്വസ്ഥനായിരിക്കുകയാണ് സച്ചി. അതേസമയം സച്ചിക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കുകയാണ് അച്ചുവും സ്നേഹയും ചേർന്ന്. അങ്ങനെ അസ്വസ്ഥനായിരിക്കുന്ന സച്ചിക്ക് ഓഫീസിലിരിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് സച്ചി നെല്ലിശ്ശേരിയിലേക്ക് വരികയാണ്. അങ്ങനെ സന്തോഷത്തോടെ ഒരുങ്ങി നിൽക്കുകയാണ് അച്ചു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.